ആദ്യം ശ്രീ മേജർ രവി, ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിനെ? അതിന് പാകിസ്ഥാൻ നൽകുന്ന ഈ മറുപടി ഉണ്ടല്ലോ, അത് ഭീരുക്കളുടെ മറുപടിയല്ലേ? ഒരു സംശയമില്ല മഞ്ജുഷ്, ഇത് കാലത്തൊട്ട് ഇത് തന്നെയാണ്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ടൊരു സാധനം അവലോകനം ചെയ്തേക്കാം. അവർ പലതും ക്ലെയിം ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ വന്ന് അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാൻ ടി വിക്കകത്ത് നടക്കുന്ന പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് നമ്മുടെ എയർബേസുകൾ തകർത്തിട്ടുണ്ട്. അതിന് പാകിസ്ഥാനിൽ നിന്ന് കാശുമായിട്ടിരിക്കുന്ന ഇവിടെ ഒരു ചാനലുകാരൻ ഇരിപ്പുണ്ട്. അവൻ ഇതിൻ്റെയൊക്കെ എവിടുന്നൊക്കെയുള്ള ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലുകാരൻ വളരുന്നുണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രോഡ്സ് ഹു വാസ് അറസ്റ്റഡ് ഏർലിയർ. അങ്ങനെയുള്ള ആൻറ്റി നാഷണൽസിനെയും കൂടെ നമ്മൾ ഓരോരുത്തരും കാണണം, കണ്ട് മനസ്സിലാക്കണം. ഇതിപ്പോൾ എന്താണ്, അവിടെ ഇരുന്നിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യ പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങളും പിൻവലിക്കാമെന്ന്. ഇന്ത്യ പിൻവലിക്കില്ല. കാരണം നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? അവർക്ക് കിട്ടേണ്ട അടി കിട്ടിയിരിക്കുന്നു. ഇനി അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്രിക്കഷൻ എന്താവും എന്നുള്ളത് പാകിസ്ഥാൻ അറിയാവുന്നത് കൊണ്ടും, പക്ഷേ രാജ്യത്തിൻ്റെ മുന്നിൽ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തു എന്ന് പറയാനാണ് ചെറിയ ചെറിയ ഷെല്ലാക്രമണങ്ങൾ പൂഞ്ച് രജോറി സെക്ടറിലും താഴ്ത്തിട്ട് പല്ലാമ്പാലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള അറിയില്ല, പൂഞ്ച് രജോറി സെക്ടറിൽ നടക്കുന്നുണ്ട്. ഈ ഷെല്ലിങ് അവിടെ എന്നും നടക്കുന്നതായിരുന്നു. ഏത് സമയത്ത് അവർക്ക് തോന്നുമ്പോൾ ഷെല്ലടിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് അതെല്ലാം യൂസ്ഡ് ആണ്. അവിടെ എല്ലാം ആ കറക്റ്റായിട്ടുള്ള ബങ്കേഴ്സും ഇതെല്ലാം ഗവൺമെൻറ് കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഒരു അപായവും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ ആളുകൾ അതിനെ ശരിയായ രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസരത്തിൽ എന്തിനാണ് നിങ്ങളിത് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അടി കിട്ടി എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഡിഫൻസ് മിനിസ്റ്റർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. യു എന്നിലേക്ക് അടക്കം വിളിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഇന്ത്യയോട് പറയൂ ഞങ്ങൾ റെഡിയാണ് അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളെവിടേക്കാണ് വിഡ്രോ ചെയ്യുക? നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് കൺഫേമാണ്. ഇന്ത്യക്കാർക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഒരിടത്തും ഡിഫീറ്റഡ് ആയിട്ടില്ല. നമ്മൾ വി ആർ ദ വിന്നേഴ്സ്. വി ഡിഡ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്തു. പ്രതികാരം എങ്ങനെ കൊടുക്കണമെന്നുള്ളത് എത്ര കൃത്യമായിട്ടും കാൽക്കുലേറ്റീവായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അന്ന് നമ്മൾ എനിക്ക് ഓർമ്മ മഞ്ജുഷായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം തുടങ്ങുന്ന എവിടെയായിരിക്കും? പൂഞ്ച് രജോറി സെക്ടർ എന്നായിരിക്കും. അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആ ഏരിയയിലുള്ള 6 ക്യാമ്പുകളെയാണ് അടിച്ചു താഴ്ത്തുന്നത്. അത് POKയിലുള്ള ക്യാമ്പുകളാണ്. POKയിൽ വരുന്ന മിലിറ്ററി ക്യാമ്പുകൾ ഉണ്ടെന്നുള്ളത്, മിലിറ്റൻസിൻ്റെ ക്യാമ്പുകൾ ഉണ്ടെന്നുള്ളതും അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ISI ആണെന്നുള്ളതും ലോകത്തിന് എല്ലാവർക്കും അറിയാം. പക്ഷേ പാകിസ്ഥാൻ മാത്രം സമ്മതിക്കില്ല. അങ്ങനെ ക്യാമ്പേ ഇല്ല, ഞങ്ങൾ മിലിറ്റൻസിനെ വളർത്തുന്നില്ല. ഇത്രയും നുണ പറയുന്ന ഒരു രാഷ്ട്രത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏത് പാകിസ്ഥാന്റെ അടുത്തുള്ള അത് ഇരവാദമാണല്ലോ. പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് സാധാരണക്കാരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്നാണ്. പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന ഈ സാധാരണക്കാർ എന്ന് പറയുന്നത് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെയാണല്ലോ. കാരണം മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, കൊടും ഭീകരന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ISIയുടെ ഏജന്റുമാരും അതുപോലെ തന്നെ പാക് പട്ടാളത്തിന്റെ പ്രതിനിധികളുമാണ്. യെസ്, അവിടെയാണ് മഞ്ജുഷ് നമ്മൾ ഈ പോയിന്റിലേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നസെൻ്റ് ആൾക്കാരാരാണ്? ഈ മിലിറ്റൻസ്. അവർ വളർത്തിയെടുത്തിട്ട് ഭക്ഷണം കൊടുത്ത് പാലൂട്ടി വളർത്തിയിട്ടുള്ള ഈ മിലിറ്റൻസ് എന്ന് പറയുന്നതും അവരിൽ കൂടെ സമ്പാദിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ ഫണ്ട് ചെയ്യുന്നവരാണ് ISI. ഈ ISI ആരാണ്? ഇതുപോലുള്ള മിലിറ്റൻസിനെ വളർത്തുന്ന ഒരു സംഘടന. പാകിസ്ഥാൻ ആർമിയുടെ അണ്ടറിൽ വരുന്നത്. പക്ഷേ ആർമിയുടെ അണ്ടറിലാണെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആർമി എന്ന് പറയുമായിരിക്കും, പക്ഷേ ആർമിയുടെ അണ്ടറിലാണ് ഗവൺമെൻറ്. അതുപോലെ തന്നെ ആർമിയുടെ അണ്ടറിലാണ് ISI എന്ന് പറയുമ്പോൾ ISIയുടെ അണ്ടറിലാണ് ആർമി കിടക്കുന്നത്. ISI തീരുമാനിക്കും. കാരണം അവരെപ്പോലെ ഇത്രയും എന്ന് പറഞ്ഞാൽ ആ പൈസയെ ഏത് രീതിയിലും എങ്ങനെയാണെങ്കിലും രാജ്യത്ത് നിന്ന് നശിച്ചാലും ശരി, അവർക്ക് പൈസ ഉണ്ടാക്കുക, അവർക്ക് ആഷ് ചെയ്യണം, അവർക്ക് ജീവിതത്തിൽ സൂഹിക്കണം. അങ്ങനെയുള്ള സുഖലോലുപന്മാരായിട്ടുള്ള ഗുണ്ടാസാണ് ഈ ISIയിൽ കിടക്കുന്നത്. അവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, മറ്റവരെ കൊല്ലുക, അതിനുള്ള പ്ലാനിങ് ചെയ്യുക, അത് കഴുത്തറുത്തിട്ടായാലും ഏത് ചെയ്താലും ശരി ലോകത്തിൽ ഭീകരത സൃഷ്ടിക്കുക. ഭീകരത എന്ന് പറഞ്ഞാൽ ആ പേടി ഉണ്ടാക്കി വയ്ക്കുക. പക്ഷേ അവർക്ക് ചൂസ് ചെയ്ത കൺട്രി എന്ന് പറയുന്നത് അത് ഇന്ത്യ ആയിപ്പോയി. ഇപ്പുറത്ത് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് 78 അത് വിട്ടേക്ക്, ഒരു 90s 80s തൊട്ടിട്ട് നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിനെ വിറപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇവിടെ ആരും വരക്കുന്നില്ല. ലോക്കൽസിനെ എത്രയോ ആൾക്കാർ നിങ്ങൾ വന്ന് കൊന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എന്തേ നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ചോദിക്കാതിരുന്നു? ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കാശ്മീരിനെ തകർക്കുന്നത് മൂലം ഇന്ത്യക്ക് ഇതുപോലുള്ള അടികൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യു വർ ഡൂയിങ് എ കോൾഡ് വാർ.
വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മിലിറ്റൻസിൻ്റെ സഹായത്തോടു കൂടി കാശ്മീരിൽ കോൾഡ് വാർ നടത്തുമായിരുന്നു പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ ഗവൺമെൻറ്റും. അത് എവിടെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ അതിനെ ന്യായീകരിക്കും. കാരണം ഇന്നലെ ഇപ്പം അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ അടൗൾ തരാർ അയാളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നാണ് ഇന്ത്യ ആക്രമിച്ചത് എവിടെയാണ്? ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നതെന്ന്. കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങളുടെ ഒരു പള്ളിയും തകർത്തു. ഒരു യുദ്ധത്തിൽ പള്ളിയില്ല, അല്ലെങ്കിൽ ആരാണ് എന്താണെന്നുള്ളതില്ല. അതാദ്യം അയാൾ മനസ്സിലാക്കണം. നിങ്ങൾ യുദ്ധത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തുള്ള എല്ലാം ഏത് രാജ്യം പവർഫുള്ളാണോ അവരുടെ തന്നെയാണ്. അവർ തകർക്കേണ്ടത് തകർക്കും. അതിനെ പള്ളി നോക്കിക്കൊണ്ടൊന്നും ഒരു രാജ്യം പോയിട്ട് പള്ളീനെ തകർക്കാൻ നിൽക്കില്ല. അത് വേണ്ട. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ ഇതുപോലുള്ള ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ അത് തകരുമ്പോൾ ഒരു ഷെല്ല് അപ്പുറത്ത് വീണമെങ്കിൽ അത് ഇൻറ്റൻഷനിലല്ല. പിന്നെ നിങ്ങളുടെ ഇന്നസെൻ്റ് ആൾക്കാർ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലവിളി കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ ടെററിസ്റ്റുകളുടെ ഫാമിലിയാണോ നിങ്ങളുടെ ഇന്നസെൻ്റ് ആളുകൾ? നിങ്ങളെന്തിനാണ് അവരെല്ലാം ഈ ക്യാമ്പിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലാതെ വലിയ 2 ലീഡേഴ്സിനെ ഇപ്പം നിങ്ങൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് ആർമിയുടെ പ്രൊട്ടക്ഷനിൽ ക്യാൻറ്റീനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ രാജ്യത്തല്ലതാ. ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ ഒസാമ ബിൻ ലാഡനെ കുറിച്ച്? അപ്പോൾ ആ പാകിസ്ഥാനിൻ്റെ അടുത്ത് പല പ്രാവശ്യം അമേരിക്ക ചോദിച്ചു, അല്ല നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ല. അവസാനം അമേരിക്ക അവരുടെ അകത്ത് പോയിക്കൊണ്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോയി കൊന്നിട്ട് കടലിൽ താത്തിയതിന് ശേഷവും അവർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാം അത് ഫേക്കാണെന്ന്. അപ്പൊ അങ്ങനെ നുണ പറയുന്ന ഒരു രാജ്യത്തിനെയാണ് നമ്മൾ യുദ്ധത്തിൽ. അത് മാത്രമല്ല, ബിൻ ലാദൻ ഫണ്ട് ചെയ്ത ക്യാമ്പ് പോലും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. 9 ക്യാമ്പുകളിൽ ആക്രമണം നടത്തുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി